ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടായിരിക്കും. ചിലപ്പം നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ ആയിരിക്കില്ല. നിങ്ങൾ ഓൾറെഡി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേര് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. ഇനി പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂസ് പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗാലറിയിലുള്ള ഫോട്ടോസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോസ് അല്ല വേണ്ടത്, നമ്മൾ ഫേസ്ബുക്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. മുകളിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്താൽ അപ്ലോഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫേസ്ബുക്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ അവിടെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സ്റ്റിക്കേഴ്സ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡൂഡിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാവുന്നതാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് ടെമ്പററി പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മേക്ക് ടെമ്പററി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് 1 അവർ അല്ലെങ്കിൽ 1 ഡേ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ മാറിയിട്ട് പഴയ പ്രൊഫൈൽ ഫോട്ടോ തന്നെ ആവുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രെയിം ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആഡ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫ്രെയിം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് ന്യൂസ് ഫീഡിലും കൂടി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ബാക്കിയുള്ളവർക്ക് അത് ന്യൂസ് ഫീഡിൽ കാണാൻ പറ്റും. വേണ്ടാന്നുണ്ടെങ്കിൽ അത് അൺടിക്കും ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാനത് ടിക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.